ഹായ് ഫ്രണ്ട്സ്, ഗോപകുമാറാണ്. സെയിൽസ് ട്രെയിനിങ് മലയാളത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെയിൽസ് മെത്തേഡ്സിനെ കുറിച്ചിട്ടാണ്. ഈ മെത്തേഡിൻ്റെ പേര് സോഷ്യൽ സെല്ലിംഗ് എന്നാണ്. ഈ കഴിഞ്ഞ 2-3 വർഷമായിട്ട് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു സെയിൽസ് മെത്തേഡാണ് സോഷ്യൽ സെല്ലിംഗ്. സോഷ്യൽ സെല്ലിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാനൊരു ചെറിയ സ്റ്റാറ്റിസ്റ്റിക്സ് പറയാം. 7.8+ ബില്യൺ ആണ് നമ്മുടെ മൊത്തം ജനസംഖ്യ ലോകത്തിലെ. അതിൽ തന്നെ 4.6+ ഇൻ്റർനെറ്റ് യൂസേഴ്സ് ഓൾറെഡി ഉണ്ട്. അതായത് ഇൻ്റർനെറ്റ് കണക്ഷൻ ഫോണിലുള്ള ആൾക്കാരായിട്ടുണ്ട്. അതിൽ തന്നെ 4.20 ബില്യൺ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്. 4.20 ബില്യൺ ആൾക്കാർ. ഇതിൽ തന്നെ നമ്മൾ കേരളത്തിൽ ഇഷ്ടംപോലെ, ഓൾമോസ്റ്റ് നിങ്ങൾ കേരളത്തിൻ്റെ സംഖ്യ എടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം ആൾക്കാരിൽ ഒരു വീട്ടിൽ തന്നെ എത്ര ആൾക്കാർക്കാണ് ഒരു സ്മാർട്ട് ഫോൺ ഉള്ളത്, ഇൻ്റർനെറ്റ് കണക്ഷൻ ഉള്ളതെന്നൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് മനസ്സിലാവും. എല്ലാവരും സോഷ്യൽ മീഡിയയിൽ പ്രസൻ്റ് ആണ്. ഈ സോഷ്യൽ മീഡിയയിൽ ഒരു എൻ്റർടൈൻമെൻറ്റിന് മാത്രമാണോ നമ്മൾ ഉപയോഗിക്കുന്നത്? അല്ല, നമുക്ക് സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും നമ്മൾ ഓരോ തവണ നമ്മൾ ഫ്രീ കണ്ടൻറ്റുകൾ ഉപയോഗിക്കുന്ന സമയത്തും യു ആർ ജസ്റ്റ് ഗീയിങ് ലൈക്ക് സോൾഡ്. നിങ്ങൾ ഓരോ പലതരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾ വാങ്ങുകയാണ് ചെയ്യുന്നത്. അഡ്വർടൈസ്മെൻറ്റിലൂടെ നിങ്ങൾ പല സാധനങ്ങളും നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. സോഷ്യൽ സെല്ലിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളൊരു സംരംഭകരാണെങ്കിൽ, നിങ്ങൾ പുതുതായിട്ട് എന്തെങ്കിലും സ്ഥാപനം തുടങ്ങുന്നുണ്ടെങ്കിൽ, സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെയിനിങ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെയധികം ഇമ്പാക്റ്റ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒട്ടും താമസിക്കുന്നില്ല, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. വെൽക്കം ടു വീഡിയോ. അപ്പം ഞാൻ ആക്ച്വലി ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞു. അതിൽ വേറൊരു ചെറിയ സ്റ്റാറ്റിസ്റ്റിക്സ് പറയാം. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ കണക്ക് നോക്കി കഴിഞ്ഞാൽ 200 മില്യൺ ആക്റ്റീവ് യൂസേഴ്സാണ് ഇൻസ്റ്റാഗ്രാമിലുള്ളത്. 200 മില്യൺ ആക്റ്റീവ് യൂസേഴ്സാണ് ഇൻസ്റ്റാഗ്രാമിലുള്ളത്. അവർ ഓരോ ദിവസങ്ങളിലും എന്ത് പറയുന്നത്, ഡെയിലി അവരുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റാറ്റസോ എന്തെങ്കിലും ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ യൂട്യൂബ് വഴി, യൂട്യൂബിൻ്റെ ഒരു കണക്കനുസരിച്ചിട്ട് യൂട്യൂബ് വഴി എന്തെങ്കിലും പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങൾ, ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ എവിടെയെങ്കിലും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ 70% ഓഫ് ദ ആൾക്കാർ തീർച്ചയായിട്ടും ഡ്യൂറിങ് എ പീരീഡ് ഓഫ് 30 days അവർ ആ സാധനം പർച്ചേസ് ചെയ്യാനുണ്ട് എന്നാണ് കണക്ക്. എന്തെങ്കിലും ഒരു സാധനം അവർക്ക് റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ടി വിനെ കുറിച്ചിട്ട് അവർ കുറേ ആക്റ്റീവായിട്ട് അതിൻ്റെ റിവ്യൂസ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദേ വിൽ പർച്ചേസ് എ TV. ഫോണിൻ്റെ റിവ്യൂസ് കാണുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഹൈ ചാൻസ് ദേ വിൽ പർച്ചേസ് എ ഫോൺ. കാരണം ആ റിവ്യൂ കാണുന്നത് എന്തിനാണ്? പർച്ചേസിലേക്ക് മുമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ എത്രത്തോളം എൻഗേജ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ്സ് എത്രത്തോളം എൻഗേജ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവരുടെ ആനുപാതികമായിട്ടുള്ള സെയിൽസ്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സെയിൽസിൻ്റെ ആ ഒരു സോഷ്യൽ സെയിൽസിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് ഒരു സിംഗിൾ കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞാൻ ആക്ച്വലി സോഷ്യൽ സെല്ലിങ്ങിനെ കുറിച്ചിട്ടുള്ള വളരെ ഡീപ്പായിട്ടുള്ള, ഇതൊരു അവയർനെസ് സെഗ്മെൻ്റാണ്, വളരെ ഡീപ്പായിട്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് മീ. ഇതിൻ്റെ സെയിൽസ് A to Z കാര്യങ്ങൾ, സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിലും കോൺടാക്ട് മീ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആക്ച്വലി 1-on-1 സെഷനിൽ നിങ്ങളുടെ സ്ഥാപനത്തിന് എങ്ങനെയാണ് സോഷ്യൽ സെല്ലിങ്സ് അഷ്യൂർ ചെയ്യാന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് സോഷ്യൽ സെല്ലിങ്ങിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്കിലേക്ക് കടക്കാം. ഫസ്റ്റ് ചെയ്യേണ്ടത് സോഷ്യൽ സെല്ലിംഗ് എന്താണെന്ന് പറയാം. സോഷ്യൽ സെല്ലിംഗ് വെച്ചാൽ നിങ്ങളുടെ ബ്രാൻഡ് സോഷ്യൽ മീഡിയയുടെ ഹാൻഡിൽസ് ഉപയോഗിച്ചുകൊണ്ട്, എക്സാമ്പിൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ കസ്റ്റമറായിട്ട് എൻഗേജ് ചെയ്യും. അതിലൂടെ നിങ്ങളൊരു സെയിൽസ് ഉറപ്പിക്കുകയും ചെയ്യുന്ന പ്രോസസ്സിനാണ് സോഷ്യൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. ഒരു കാരണവശാലും നിങ്ങൾക്കറിയാത്ത ആൾക്കാരെ നിങ്ങൾ സ്പാം പോയിട്ട് അല്ലെങ്കിൽ DM പോയിട്ട് നിങ്ങൾ ഡയറക്റ്റായിട്ട് ഇത് എൻ്റെ സാധനം വേണം എന്ന് പറയുന്നത് അല്ല സോഷ്യൽ സെല്ലിംഗ്. ആക്ച്വലി എങ്ങനെയാണ്, നിങ്ങൾ നിങ്ങളുടെ കണ്ടൻറ്റുകൾ ഇടുന്നു, ഓട്ടോമാറ്റിക്കലി അത് കണ്ടിട്ട് കസ്റ്റമർ ആകർഷണമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന മെത്തേഡ്സിനാണ് സോഷ്യൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പാണ് എന്തുകൊണ്ട്, ബിൽഡ് ക്രെഡിബിലിറ്റി. എന്താണ് ക്രെഡിബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളത്? ഈ ക്രെഡിബിലിറ്റി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം? തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ സോഷ്യൽ സെയിൽസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ബി റിയൽ. ഇതിൽ നമ്പർ 1 കാര്യമാണ് നിങ്ങൾ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ ഇടുക. നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്താണോ സെർവ് ചെയ്യുന്നത്, നിങ്ങളുടെ പ്രൊഡക്റ്റ് എങ്ങനെ നമുക്ക് മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ റിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾ പോസ്റ്റുകളും എൻഗേജ്മെൻറ്റ് കണ്ടൻറ്റുകളും ഇടാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്പർ 1. അതിലൂടെ ആൾക്കാർ നിങ്ങൾക്കൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കും, നിങ്ങളുടെ ക്രെഡിബിലിറ്റി കൂടും. രണ്ടാമത്തെ കാര്യം വെച്ചാൽ നിങ്ങൾ വാല്യൂ ക്രിയേറ്റ് ചെയ്യുക. അതായത് വാല്യൂ ക്രിയേറ്റ് വെച്ചാൽ ഇപ്പം നിങ്ങൾ സാധനം വാങ്ങണമെന്നില്ല, തീർച്ചയായിട്ടും ആ സാധനത്തിൻ്റെ ഇൻ ആൻഡ് അറൗണ്ട് ആയിട്ട് ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുക. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പുസ്തകം, ഞാനൊരു സോഷ്യൽ സെല്ലിംഗ് മെത്തേഡാണ് വ്യക്തിയാണെങ്കിൽ എനിക്കൊരു ഈ പുസ്തകം സെല്ല് ചെയ്യുന്ന എൻ്റെ ഒരു e-commerce സൈറ്റ് ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, ഡയറക്റ്റായിട്ട് ഈ പുസ്തകം വാങ്ങൂ എന്നല്ല പറയുക. എന്താണ് പറയുക, ഡയറക്റ്റായിട്ട് ഈ പുസ്തകം ഞാൻ വായിച്ചിട്ട് എനിക്ക് തോന്നിയ 5 കാര്യങ്ങൾ ഇതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വാല്യൂ കൊണ്ട് ഒരു കണ്ടൻറ്റ് ഉണ്ടാക്കും. ആ കണ്ടൻറ്റ് കണ്ടിട്ട് ചിലപ്പോൾ ഈ ആൾക്കാർ ആകർഷകമായിട്ട് ഈ പുസ്തകം വാങ്ങിയേക്കാം എന്ന് തിങ്ക് ചെയ്തിട്ട് ഓൺലൈൻ വഴി പുസ്തകം ഓർഡർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് സോഷ്യൽ സെല്ലിംഗ്.
അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, വാല്യൂ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ ബിസിനസ്സിന് ചുറ്റുമുള്ള എക്സാമ്പിൾ, നിങ്ങളുടെ ചുറ്റുമുള്ള ഇത് ഞാനൊരു പുസ്തകത്തിൻ്റെ എക്സാമ്പിൾ പറഞ്ഞ് കുറച്ചും കൂടെ എക്സാമ്പിൾ കൃത്യമായിട്ട് മനസ്സിലായി വിചാരിക്കുന്നു. വേറെ എക്സാമ്പിൾ പറയാം. അപ്പോൾ നിങ്ങളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ സോഷ്യൽ മീഡിയ വഴി നിങ്ങൾക്കൊരു ഓൺലൈനായിട്ട് ബുക്കിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബുക്ക് നോ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന നല്ല സോഷ്യൽ സെല്ലിംഗ് എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ വാല്യൂ ക്രിയേറ്റ് ചെയ്യണം. എന്താണ് വാല്യൂ ക്രിയേറ്റ് ചെയ്യുക? നിങ്ങൾ റീസെൻ്റ് ആയിട്ട് ചെയ്ത വർക്കുകൾ, നിങ്ങൾക്ക് സാധാരണ ആൾക്കാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് വീഡിയോ കണ്ടൻറ്റുകൾ വളരെ റിയൽ ആയിട്ട് ഇപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ഭംഗിയുണ്ടാവുക. എക്സാമ്പിൾ ഇപ്പോൾ എന്താ പറയുക, ഇപ്പം ഒരു ബ്രൈഡിനെ സംബന്ധിച്ചിട്ട് അവർക്കൊന്ന് ചലഞ്ചസ് അതെങ്ങനെ ഫേസ് ചെയ്യാം. നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങണമെന്നില്ല, പക്ഷേ നിങ്ങളൊരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നതിൽ അവർ നിങ്ങളുടെ ഫാൻസായിട്ട് മാറും. ചില ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഈ ശ്രദ്ധിക്കുന്നതിലൂടെ ഒരു കസ്റ്റമർ 2 കസ്റ്റമർ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഓർഡറിലേക്ക് വരുന്നുള്ളതാണ് സോഷ്യൽ സെല്ലിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ക്രിയേറ്റ് വാല്യൂ, ബിൽഡ് വാല്യൂ. അതിനുശേഷം തീർച്ചയായിട്ടും എൻഗേജിങ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ ഇടുക. എൻഗേജിങ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, കസ്റ്റമർക്ക് ഇഷ്ടമുള്ള, അവർ ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്ന കോമൺ ആയിട്ടുള്ള കണ്ടൻറ്റുകൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുന്നുള്ളതാണ് ഈ ഇതിൽ ഫസ്റ്റ് ബിൽഡ് ക്രെഡിബിലിറ്റിയിൽ വരുന്നത്. രണ്ടാമത്തത് സോഷ്യൽ പ്രൂഫാണ്. സോഷ്യൽ പ്രൂഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഈ സോഷ്യൽ സെല്ലിങ്ങിൽ. കാരണം നിങ്ങൾക്കൊരു ബ്രാൻഡിന് ട്രസ്റ്റ് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ഇന്നലെ തുടങ്ങിയ ബ്രാൻഡല്ല, നിങ്ങൾ ഈ ഒരു ഫീൽഡിൽ എക്സ്പേർട്ടാണ്, നിങ്ങളുടെ ഈ പ്രൊഡക്റ്റുകൾ വളരെ വളരെ ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നു എന്നൊക്കെ തോന്നണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച ആൾക്കാരുടെ ടെസ്റ്റിമോണിയൽസ്, വീഡിയോ ടെസ്റ്റിമോണിയൽസ് ആവാം, ഓഡിയോ ടെസ്റ്റിമോണിയൽസ് ആവാം, അല്ലെങ്കിൽ എന്താ പറയണ്ടേ അവരുടെ വിചാരിച്ച വേർഡ്സ് ആവാം, തീർച്ചയായിട്ടും അല്ലെങ്കിൽ വോയിസ് ആവാം. തീർച്ചയായിട്ടും ഈ ഇത്തരത്തിലുള്ള സോഷ്യൽ പ്രൂഫുകൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ വഴി ഷെയർ ചെയ്യുന്ന വഴി ആൾക്കാർക്ക് ഒരു ട്രസ്റ്റ് ഉണ്ടാവും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾ ഇൻഫ്ലുവൻസേഴ്സ് മാർക്കറ്റിംഗ് നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യാം. എന്താണ് ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ്? നിങ്ങളുടെ ബ്രാൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ റീച്ച് വളരെ കുറവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബ്രാൻഡിനെ എടുത്തുകൊണ്ട് ഒരു ഇൻഫ്ലുവൻസറാണ് സംസാരിക്കുന്നതിൽ ഞാൻ ഈ ഒരു ബ്രാൻഡ് ഇഷ്ടപ്പെട്ടു, എനിക്ക് നല്ല താല്പര്യം തോന്നി എന്നൊക്കെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡ് സൂപ്പറായിട്ട് റീച്ച് ചെയ്യാൻ പറ്റും. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് കുക്കു എഫ് എമ്മിൻ്റെ ആഡ്സ് നിങ്ങൾ യൂട്യൂബിൽ പല രീതിയിൽ കണ്ടിട്ടുണ്ടാകും. ഒരുപാട് യൂട്യൂബേഴ്സ് എന്ത് ചെയ്തു, കുക്കു എഫ് എമ്മിൻ്റെ ആഡ് എന്ത് ചെയ്തു, ഇടയ്ക്കൊക്കെ ഇങ്ങനെ വർത്തമാനം പറയുന്നിടക്ക് ഞാനിങ്ങനെ ഒരു പുസ്തകം വായിച്ചു എന്നൊക്കെ പറഞ്ഞ് കുക്കു എഫ് എമ്മിൻ്റെ ആഡ് ചെയ്യുന്നുണ്ടാവും. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് എന്താണ്, ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് പ്രോഗ്രാമാണ്. ആ ഒരൊറ്റ മാർക്കറ്റിംഗ് പ്രോഗ്രാം വഴി അവർ ആക്ച്വലി ആദ്യത്തെ 1 മില്യൺ ഡൗൺലോഡ്സ് ഉണ്ടാക്കാൻ അവർ 12 മാസം എടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത 1 മില്യൺ എടുക്കാൻ ദേ ജസ്റ്റ് കവേർഡ് ഇൻ 4 months. ഈ 2 മില്യൺ പെയ്ഡ് യൂസേഴ്സാണ് അവർക്കുള്ളത്. 2 മില്യൺ 199 രൂപയോ 200 രൂപയോ എങ്ങനെയാണ് അവർ പ്ലാൻ്റെ പ്രൈസ്. 2 മില്യൺ പെയ്ഡ് യൂസേഴ്സാണ് അവർക്ക് കിട്ടിയത്. ഈ ഒരൊറ്റ മാർക്കറ്റിങ്ങിൻ്റെ എഫക്റ്റീവാണ് കാണുന്നത്. അപ്പോൾ സോഷ്യൽ സെല്ലിങ്ങിൽ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് നിങ്ങൾ തീർച്ചയായിട്ടും പ്രകടിപ്പിക്കണം. കാരണം ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു പേഴ്സണൽ. നമ്മൾ ഒരു ഇൻഫ്ലുവൻസറെ ട്രസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്, അദ്ദേഹത്തിൻ്റെ ഒരു കാര്യങ്ങൾ കണ്ടിട്ടൊക്കെയാണ്. അപ്പോൾ ആ ട്രസ്റ്റ് തീർച്ചയായിട്ടും ആ ബ്രാൻഡിൻ്റെ ഒരു ട്രസ്റ്റായിട്ട് മാറും. അത് നിങ്ങൾ വളരെ നന്നായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബി കൺസിസ്റ്റൻ്റ്. എന്താണ് കൺസിസ്റ്റൻ്റ് ആയിരിക്കുക. നിങ്ങൾ ഒരു തവണ ഒരു പോസ്റ്റ് ചെയ്തതിനു ശേഷം 1 മാസം കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നതെങ്കിൽ റിസൾട്ട് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. സോ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള മെയിൻറ്റെയിൻ ചെയ്യുന്ന ബ്രാൻഡ്സുകൾക്കാണ് നല്ല ഗ്രോത്തുകളും കാരണം ഇത് ആക്ച്വലി ഒരു നിങ്ങളൊരു സർവീസ് പോലെയാണ് ചെയ്യുന്നത്. നിങ്ങൾ ആക്ച്വലി ഒരു ജോലി പോലെയല്ല ചെയ്യുന്നത്. യു ആക്ച്വലി ഗിവിങ് സം വാല്യൂ എന്നുള്ള രീതിയിൽ. അപ്പം ബി കൺസിസ്റ്റൻ്റ്. അപ്പം കൺസിസ്റ്റൻ്റ് ആ സമയത്ത് എന്ത് ചെയ്യും, നിങ്ങളുടെ ഈ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യും, നിങ്ങളുടെ റീച്ച് കൂടാനൊക്കെ സഹായിക്കും. അതുകൊണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ സോഷ്യൽ സെല്ലിംഗ് ശ്രദ്ധിക്കേണ്ടത്. ഇനി എങ്ങനെ സോഷ്യൽ സെല്ലിംഗ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ. വിൽ ഹാവ് എ 1-on-1 സെഷൻ, വിൽ ഹാവ് എ സെപ്പറേറ്റ് സെഷൻ. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളൊരു സംരംഭകനാണെങ്കിലും നിങ്ങളൊരു സെയിൽസ്മാൻ ആണെങ്കിലും നിങ്ങൾ മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നത് നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.